ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി റാഞ്ചിയതിനു ശേഷം പാകിസ്ഥാൻ ഒരുപാട് വാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ എല്ലാം തകർത്ത് തറപറ്റിച്ചു, ബലൂച്ച് ലിബറേഷൻ ആർമിയെ തറപറ്റിച്ചു, ഒരുപാട് ഭീകരരെ വധിച്ചു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ പറഞ്ഞു. പക്ഷേ ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല, 215 പട്ടാളക്കാരെയാണ് ഞങ്ങൾ പാകിസ്ഥാനിൽ കൊന്നു തള്ളിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഞാൻ അതിന്റെ ചരിത്രം പഠിച്ചപ്പോൾ അതിൽ കൂടുതലും ഉള്ളത് നിയമ വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി തുടങ്ങിയപ്പോൾ, പ്രധാനമായിട്ട് ഇത് തുടങ്ങിയപ്പോൾ ഇതിൽ ചേരാൻ ആരും വന്നില്ല, എല്ലാവരും മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നറിയാലോ, ഒരു സിനിമാ കഥ വായിക്കുന്നത് പോലെയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി വളരെ ചെറിയൊരു സംഘടനയായിരുന്നു. അപ്പൊ അതിൽ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, വരാൻ താമസിക്കുന്ന ആരും ചേരാത്ത ഒരു സാഹചര്യം, യുവാക്കൾ ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ ഒരു കാര്യം ചെയ്തു. അതായത് പാകിസ്ഥാൻ ആ മെഡിക്കൽ കോളേജിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു മെഡിക്കൽ കോളേജിൽ പാക് സൈന്യം കയറി. ആ മെഡിക്കൽ കോളേജിൽ പാക് സൈന്യം ആധിപത്യം ഉറപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ഈ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അവിടെയുള്ള മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസും അവിടെയുള്ള പല ആൾക്കാരും ഇതിനാൽ ഒരുപാട് ബാധിക്കപ്പെട്ടു. അങ്ങനെ ബാധിക്കപ്പെട്ടപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇവർ പാകിസ്ഥാനിലെ ഭരണാധികാരികളോട് ഇവർ തങ്ങളുടെ വേദന പറഞ്ഞു നോക്കി, നിവേദനം സമർപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഈ പാക് പട്ടാളം അവിടെ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയല്ല. പോരാത്തതിന് പാക് പട്ടാളത്തിന്റെ ഒരു ഇവരോടുള്ള ഒരു അടിമ മനോഭാവം അവർക്ക് വല്ലാതെ വേദനിപ്പിച്ചു അവരെ. അപ്പോ ഇവര് വിചാരിച്ചു, പാകിസ്ഥാനോട് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല, നമ്മൾക്ക് നാഥനില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയെ കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബലൂച്ച് ലിബറേഷൻ ആർമിയിൽ ചേർന്നാൽ എന്താ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വലിയൊരു ആർമിയായിട്ട് വളരുന്നത്. അങ്ങനെയാണ് അവിടെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസ്, നിയമ വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള പല ആൾക്കാരും ഈ ആർമിയിൽ വന്ന് ചേരുന്നത്. എന്നിരുന്നാലും ഈ ആർമിയിൽ 5000 മെമ്പേഴ്സ് ആണ്, നിലവിൽ ആക്റ്റീവ് മെമ്പേഴ്സ് ആണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വെറും 5000 ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള ഒരു ആർമിയാണ് ഒരു ഫുൾ രാജ്യത്തിന്റെ നേഷന്റെ ഈ ആർമിയെ, സോൾജേഴ്സിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതമുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 214 പട്ടാളക്കാരെ നിഷ്കരുണം അവർ കൊന്നൊടുക്കി, പാകിസ്ഥാനെ വിറപ്പിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഇതൊരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ബലൂചിസ്ഥാൻ ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതല്ല ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുന്നത്, മറിച്ച് പാകിസ്ഥാൻ ഇവിടെ വലിയ രീതിയിൽ ഈ ബലൂച്ച് ആർമിയും അപ്പുറത്ത് ടെഹ്രീക്കെ താലിബാനും അങ്ങനെയുള്ള സംഘടനകൾ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഈ പാകിസ്ഥാൻ പട്ടാളം തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ അവര് തീവ്രവാദ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അവിടെ ഇന്ത്യക്ക് അരക്കൻ ആർമി ഉണ്ട്. ഞാൻ ഇന്ത്യക്ക് അരക്കൻ ആർമി ഉണ്ടെന്ന് പറയുന്നത് കൊട്ടേഷനിലാണ് കേട്ടോ. അവിടെ അരക്കൻ ആർമി ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ റോഹിംഗ്യൻസിനെ അവിടെ ഈ പാകിസ്ഥാന്റെ ISA അടക്കമുള്ളവർ റോഹിംഗ്യൻ തീവ്രവാദ ഗ്രൂപ്പിനെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. കൂടാതെ തന്നെ ഇവന്മാര് ലോകത്തിനും നാടിനും വീടിനും തലവേദനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മ്യാൻമറിലെ ബുദ്ധിസ്റ്റുകൾ പോലും, എന്ന് പറഞ്ഞാൽ വായിൽ കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാത്ത ബുദ്ധിസ്റ്റുകൾ പോലും ഇവന്മാർക്കെതിരെ തോക്കും വാളും എടുക്കണമെങ്കിൽ എന്തായിരിക്കും ഇവരുടെ കയ്യിലിരിപ്പെന്ന് അറിയാലോ. അപ്പൊ പിന്നെ ഇവന്മാരൊരു തീവ്രവാദ സംഘടനയായിട്ട് രൂപീകരിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇവരെ തീവ്രവാദ സംഘടനയാക്കാൻ ബംഗ്ലാദേശിൽ ഒരു ശ്രമം നടത്തുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനെ കുറിച്ച് UN വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണാനുള്ള ഒരു പ്രൊവിൻസ് പാകിസ്ഥാന് വേണം എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പാകിസ്ഥാന് വേണം എപ്പോഴും ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ വളരെ ശക്തമായ ഭാഷയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ ഭീകരവാദം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് റോഹിംഗ്യൻസിന്റെ ഭാഗത്തു നിന്നും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് UN-ലെ UN-ന്റെ ചെയർമാൻ ആയിട്ടുള്ള ആൻഡ്രോ ഗുട്രസ് ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ വരുന്നതും. അവിടെയാണ് ഈ റോഹിംഗ്യൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലുള്ളത്. അവിടെ വന്ന് ഈ റോഹിംഗ്യൻസിനെ കാണുന്നു, കണ്ടിട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഒരു പീസ് കീപ്പിംഗ് സംഘടനയാണ് ഈ UN എന്ന് പറയുന്നത്. ആ UN അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട UN, അവരെ തള്ളിപ്പറയേണ്ട UN, നിങ്ങൾ ഇങ്ങനെ ഭീകരവാദം തീവ്രവാദമൊക്കെ നടത്തണം, മാനമര്യാദയ്ക്ക് ജീവിക്കണം എന്ന് പറയേണ്ട UN വന്നിട്ട് ഇവർക്ക് അങ്ങ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ മുഴുവൻ ഐക്യദാർഢ്യം, എന്ത് വേണമെങ്കിലും അയക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ ഇതിനെ എങ്ങനെ ഡീല് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇന്ത്യക്ക് അപ്പുറത്ത് പാകിസ്ഥാൻ പിളരുമ്പോഴും ഇന്ത്യക്ക് ഇപ്പുറത്ത് ബംഗ്ലാദേശ് സമാനമായിട്ടുള്ള ഒരു കിഴക്കൻ പാകിസ്ഥാനായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ഒരു തിരികെയുള്ള ഒരു പരകായ പ്രവേശനമാണ് ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ നമ്മൾ അന്തർദേശീയ മാധ്യമങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു വലിയ ലേഖനം വായിക്കുകയുണ്ടായി. അതിനകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, പാക് പട്ടാളം തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അവരത് പറയുന്നത്. പാക് പട്ടാളത്തിന് പിടി അയഞ്ഞു എന്നാണ് അവര് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. കാരണം ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ പണ്ടും പാകിസ്ഥാൻ പട്ടാളത്തിന് ഒരു അപ്രമാദിത്യമൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം മലനിരകളും മറ്റും ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശം, അതിനകത്ത് ഈ പാക് പട്ടാളത്തോടോ പാക് ഭരണാധികാരികളോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു ജനം,
അവിടെ പിന്നെ ഈ പാക് പട്ടാളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പട്ടാളം പോലത്തെ ഒരു കെട്ടുറപ്പായിട്ട് കാണരുത്. രണ്ടും രണ്ടാണ്. പാക് ഉം, പട്ടാളത്തിനകത്ത് അവിടുത്തെ സൈനിക മേധാവികളുടെ തന്നെ ഗ്രൂപ്പുകൾ അനവധിയുണ്ട്. ഉം, നമ്മളത് കാണാറുള്ളതാണ്. പലപ്പോഴൊക്കെ അവിടുത്തെ സൈനിക മേധാവികൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ വരും. അത് എതിർ ഗ്രൂപ്പുകൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ സൈനിക സൈനികർക്ക് തന്നെ സൈനികർക്കിടയിൽ തന്നെ ഉള്ള വിഭാഗങ്ങൾക്ക് പലർക്കും പല തീവ്രവാദ ഗ്രൂപ്പുകളോട് ആഭിമുഖ്യമുള്ളവരാണ്. അതും ഒരു തീവ്രവാദി ഗ്രൂപ്പിനോടല്ല, വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. അതായത് നമ്മുടെ രാജ്യവുമായിട്ടോ ഇല്ല മറ്റേതെങ്കിലും രാജ്യത്തെ പട്ടാളവുമായിട്ടോ അവരെ താരതമ്യം ചെയ്യരുത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോ ഈ ബലൂചിസ്ഥാനിൽ അവർക്ക് പണ്ടേ തന്നെ ഒരു പിടുത്തം ഇല്ലായിരുന്നു. അതിനുശേഷം ഈ ബലൂചിസ്ഥാൻ ആർമി അവിടെ വർക്ക് ചെയ്യുന്ന ഈ ബലൂചിസ്ഥാന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന 7ഓളം സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബ്രാക് ബരാക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിച്ചു. ബലൂചിസ്ഥാന്റെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട സംഘം. അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്: പാക് ഭരണകൂടത്തിനെതിരെ പോരാടുക. അതിൽ പ്രധാനമായി തങ്ങളെ ഉം, ആക്രമിക്കുന്ന, തങ്ങളെ കൊലപ്പെടുത്തുന്ന, തങ്ങളുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന പാക് സൈനികരെ കൊന്നെടുക്കുക എന്നൊരു തീരുമാനം അവരെടുത്തിരിക്കുന്നതാണ്. അത് അവർ ഒഫീഷ്യലായിട്ട് ഉം, എടുക്കുകയും അത് പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. ഞങ്ങളുടെ ടാർഗറ്റ് സൈന്യമാണ് എന്നവർ ഉം, പറയുകയും ചെയ്തു. ഇതുവരെ അവർ ആക്രമിച്ചിരിക്കുന്ന എല്ലാം സൈനികർക്ക് നേരെയാണ്. അനവധി തവണ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനങ്ങളും മറ്റും നടത്തിയിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ ബലൂചിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ നിന്ന് താലിബാന്റെ ഒരു വലിയ പിന്തുണ ലഭിക്കുന്നത്. താലിബാന് അവിടെ പിന്തുണ താലിബാനിൽ നിന്ന് വന്നൊരു ഗോത്രവർഗ വിഭാഗമാണ് ഈ ബലൂചിസ്ഥാന്റെ ഈ അഫ്ഗാൻ പ്രദേശത്ത് കിടക്കുന്നവർ. അവരുടെ ഇടയിൽ ISIS വളർന്നു വരുന്നുണ്ട്. ഈ ISIS എങ്ങനെയാ വളർന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, ആ ISISനെ പാകിസ്ഥാൻ വളർത്തുന്നതാണ് ബലൂചിസ്ഥാന്റെ ബോർഡറിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. കാരണം ISISനെ വളർത്തിക്കൊണ്ടുവന്ന് താലിബാനെ മറിച്ചിടുക, അതാണ് ലക്ഷ്യം. താലിബാന് അത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ISIS എവിടെയുണ്ടോ അവിടെയൊക്കെ താലിബാൻ വന്നിട്ട് അവരുടെ പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാകിസ്ഥാൻ ആദ്യം ചെയ്തത് താലിബാനെ അധികാരത്തിൽ ഏറ്റാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് തെഹ്രീക്കെ താലിബാൻ എന്ന സംഘടന രൂപീകരിച്ചു. ഇന്ന് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെതിരായി മാറിയിരിക്കുന്നു. അപ്പൊ ഇവരെ എല്ലാവരെയും തകർക്കാൻ വേണ്ടിയിട്ട് ISISന് ഇടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ISISന് അവിടെ മാത്രമല്ല അവർ ഇടം കൊടുക്കുന്നത്, ഇപ്പോൾ ബംഗ്ലാദേശിൽ കൂടി പാകിസ്ഥാൻകാര് ഈ ISISന് താവളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അവർക്ക് പറ്റിയ ഇടങ്ങൾ ബംഗ്ലാദേശിലുണ്ട്, പ്രത്യേകിച്ച് ഈ റോഹിംഗ്യകളുടെ ഇടയിലുള്ള ഇടം. കാരണം റോഹിംഗ്യകളെ സംബന്ധിച്ച് അവർക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ നിൽക്കുമ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഈ ISISന്റെ പരിശീലന ക്യാമ്പുകളും മറ്റും കൊണ്ടെത്തിച്ചുകൊണ്ട് പാക് സേന നേരിട്ട് തന്നെ ഇടപെടുന്ന ഒരു രീതി വരുന്നത്. ഇവിടെ നമുക്കൊരു വലിയ തലവേദനയായി മാറുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ പിടരും എന്നുള്ളതല്ല നമ്മുടെ വിഷയം. പാകിസ്ഥാനിൽ എന്നൊക്കെയാണോ അവിടുത്തെ ഭരണം അസ്ഥിരപ്പെട്ടിട്ടുള്ളത്, ആ സമയങ്ങളിലൊക്കെ അവർ ഇന്ത്യയിൽ, അതായത് ഇന്ത്യയുടെ അതിർത്തിയിൽ വലിയ തലവേദനകൾ സൃഷ്ടിക്കാറുണ്ട്. ഭീകരന്മാരെ കടത്തിവിടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിർത്തിയിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ, അതൊക്കെ ആയിരുന്നു മുൻപ് അവർ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി തലവേദന അവർ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിൽ കൂടി ഇവർ ഈ ISIS കണക്കുള്ള ഭീകരവാദികളെ ഈ ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇറക്കുന്നത് കൊണ്ട് രണ്ട് ഇടങ്ങളിലുള്ള അതിർത്തി വഴി ഇങ്ങനെയുള്ളവർ കടന്നു വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തലവേദന കൂടുതൽ എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും ഇതിനെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുന്ന ബംഗ്ലാദേശിലെ വിഷയങ്ങൾ. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ പട്ടാള മേധാവി ആയിരുന്ന ഉസ്സമാൻ പറയുകയുണ്ടായി, വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ബംഗ്ലാദേശിൽ വ്യാപകമാണ്, ബംഗ്ലാദേശ് അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഭീകരവാദികൾ. അദ്ദേഹം അതിൽ പറയുന്ന ഒരു നിർണായകമായ കാര്യമുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവിടെ ഈ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന പാകിസ്ഥാനിൽ അടക്കമുള്ളവർക്ക് പരിശോധനകൾ ഉണ്ടായിരുന്നു. പരിശോധനയ്ക്ക് ശേഷമായിരുന്നു കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ആ പരിശോധിക്കുന്ന ആ ഒരു വിഭാഗം തന്നെ എയർപോർട്ടുകളിൽ നിന്ന്, വിമാനത്താവളങ്ങളിൽ നിന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു. അതായത് ഈ യൂനിസ് കയറിയതിനു ശേഷം പാകിസ്ഥാനിലേക്ക് വരാനുള്ള വിസയുടെ നിയമങ്ങളിൽ വലിയ ഒരു ഇളവും നൽകിയിരിക്കുന്നു. അതായത് പാകിസ്ഥാനിലേക്ക് വരുവാനും എപ്പോ വേണം തിരിച്ചു പോകുവാനും എമിഗ്രേഷൻസോ മറ്റ് ക്ലിയറൻസുകളോ ഒന്നും തന്നെ ആവശ്യമില്ല, വരിക പോവുക. ഇത് ഇന്ത്യക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കും. കാരണം അവിടെ നിന്ന് വരുന്ന ഈ ഭീകരവാദികൾ ഇന്ത്യൻ അതിർത്തിയിൽ, അതായത് ബംഗ്ലാദേശിന്റെ മറ്റും അതിർത്തിയിൽ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കുകയും ഇവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് ബംഗ്ലാദേശിലേക്ക് എത്തി അവിടെ നിന്ന് തന്നെ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാനും കഴിയും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. അപ്പൊ ഇതിനെതിരെ കൂടിയാണ് അവിടുത്തെ ബംഗ്ലാദേശിന്റെ ഭരണാധികാരി, പട്ടാളത്തിന്റെ ഭരണാധികാരി പറഞ്ഞത്, ഇത് അനുവദിക്കാൻ കഴിയില്ല, ഇത് ശരിയാകില്ല, കാരണം ഇത് നമ്മളെ തന്നെ ഇല്ലാതാക്കി കളയും എന്ന് ഒരു നിലയിലേക്ക് വരും. ഇവിടേക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗുഡ്രോസ് അവിടെ എത്തുന്നു. ഗുഡ്രോസ് അവിടെ എത്തിയതിനു ശേഷം ഈ റോഹിംഗ്യ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ ഗുഡ്രോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ആ ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു ഇതുപോലുള്ള ഭീകരവാദികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്താവനകളും കാര്യങ്ങളുമാണ് അദ്ദേഹം എപ്പോഴും ചെയ്യാറുള്ളത്. ഈ ഗസയിലെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗസയ്ക്ക് വേണ്ടി അദ്ദേഹം നിലകൊള്ളുകയും അവിടുത്തെ ഹമാസിന് വേണ്ടി നിലകൊള്ളുകയും കാഴ്ച നമ്മൾ കണ്ടതാണ്.
അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം വന്നപ്പോൾ അതിനെ തിരിച്ചടിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നേറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് ലെബനനിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണമെന്നാണ് പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും വലിയ നിലയും വിലയുമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പാകിസ്ഥാനെ പോലെയുള്ള ഇല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പോലുള്ള ചില രാജ്യങ്ങളാണ് ഇവര് ഇത് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പൊ ട്രംപ് വന്ന സ്ഥിതിക്ക് ഒട്ടും ഇല്ല. കാരണം ട്രംപ് ഐക്യരാഷ്ട്രസഭയുടെ ലോകാരോഗ്യ സംഘടന എന്താ പിന്മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലൊന്നും പുള്ളി വലിയ കാര്യമായിട്ട് ഈ ഇങ്ങനെ ഒന്നും കാണുന്നൊന്നുമില്ല അവിടെ. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ റഷ്യ ഉക്രൈൻ യുദ്ധമായാലും മറ്റിടങ്ങളിലെ യുദ്ധമായാലും ഒന്നും ഈ ഐക്യരാഷ്ട്രസഭയ്ക്കോ ഇല്ലെങ്കിൽ അതിന്റെ തലവന്മാർക്കോ ഒന്നും യാതൊരു റോളും ഒന്നുമില്ല. അതൊക്കെ ഇവരെല്ലാം കൂടെ തീരുമാനിക്കും. തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർ അറിഞ്ഞോണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഇന്ത്യ വളരെ ജാഗ്രതയോടെയാണ് കാണുന്നത്. കാരണം ഇതൊരു വെള്ളപൂശൽ നയം കൂടെയാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് മനുഷ്യൻ. ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ അധികാരി അവിടെ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഫണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ. ഈ ഐക്യരാഷ്ട്രസഭ എത്തുമ്പോഴത്തേനും മറ്റ് NGO-കൾ വഴി അവിടെ ഫണ്ട് എത്താനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അതാണ് അവിടുത്തെ ഒരു നിർണായകമായ ഒരു കാര്യം. കാരണം ഐക്യരാഷ്ട്രസഭയിൽ കൂടെ രജിസ്റ്റർ ചെയ്ത് വരുന്ന അനവധി NGO-കൾ ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സുഗമമായി ബംഗ്ലാദേശിൽ ഫണ്ട് എത്തിക്കാനും ഈ റോഹിംഗ്യകൾക്ക് നല്ല രീതിയിൽ ഫണ്ട് എത്തിക്കാനും ഈ ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ സന്ദർശനവും ഐക്യദാർഢ്യത്തിലൂടെ കഴിയും. ഇതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ തരുന്ന ഒരു കാര്യം ഇതാണ്. പക്ഷെ ഇതിനെതിരെ ഒരു വലിയ നടപടി ഉണ്ടാകും. കാരണം ഇപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ തലവേദന പിടിച്ച് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിനിടയിലാണ് ട്രംപ് ഇപ്പോൾ പുതിയൊരു നിയമം കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. 41 രാജ്യങ്ങൾ ഉള്ളവർക്ക് അമേരിക്ക ഇനി വിസ നൽകില്ല. ഇങ്ങോട്ടേ കാര്യം പറയണ്ട. അതിനകത്ത് നമ്മുടെ ചുറ്റോട് ചുറ്റി കിടക്കുന്ന മ്യാൻമാർ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്. അപ്പം ഇതേ രീതിയിൽ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം പാകിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധം ഭയങ്കര ശക്തമാണ്. പാകിസ്ഥാനിൽ ഏതാണ്ട് പകുതി ഇടവും കൊണ്ട് ബലൂചിസ്ഥാൻ പോകും എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. പാക് സൈന്യത്തിന് ഇപ്പൊ പഴയതുപോലെ കെട്ടുറപ്പുകളൊന്നും തന്നെ ഇല്ല. ബലൂചിസ്ഥാനിലേക്കൊന്നും പാക് സൈനികരെ കാണാൻ കൂടി ഇല്ല എന്നാണ് ബലൂചിസ്ഥാനിലുള്ളവരുടെ ഈ റിയാക്ഷൻസ് നമ്മൾ ചാനലിലും മറ്റും കാണുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ എങ്ങും അവരെ കാണാൻ പോലും ഇല്ല എന്നാണ് പറയുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തള്ളിമറിച്ച ഒരു കാര്യം പൊളിഞ്ഞടുങ്ങിയ ഒരു കാഴ്ച കണ്ടത്. പാകിസ്ഥാൻ പറഞ്ഞത് ഇവിടുന്ന് ഞങ്ങളുടെ ഈ കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് റാഞ്ചിയിരുന്നു. 48 മണിക്കൂറായിരുന്നു ഈ റാഞ്ചികൾ അന്ത്യശാസനം നൽകിയിരുന്നത്. ഞങ്ങൾ അവരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് കുറെ പേരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. ആ രക്ഷപ്പെടുത്തിയവരുമായി സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എത്തുന്നുണ്ട് എന്ന് പറയുകയും 200ഓളം ശവപ്പെട്ടി 33 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 200ഓളം ശവപ്പെട്ടി കൊറ്റയിൽ എത്തിച്ചു. അതും വലിയ വിഷ്വലായിട്ടൊക്കെ തന്നെ വന്നു. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത ഈ നമ്മുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ അംഗങ്ങൾ അവർ പറഞ്ഞിരുന്ന കാര്യം 48 മണിക്കൂർ സമയമാണ് പാകിസ്ഥാൻ സർക്കാരിന് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ അതായത് BLA-യുടെ പ്രവർത്തകരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. മോചിപ്പിച്ചില്ല എങ്കിൽ ഓരോ മണിക്കൂറും 5 പട്ടാളക്കാരെ വെച്ച് ഞങ്ങൾ കൊന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ കയ്യിൽ 214 പട്ടാളക്കാരുണ്ട്. പട്ടാളക്കാർ മാത്രമല്ല ISIയുടെ ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. ഉണ്ട്, ഞങ്ങൾ തട്ടിക്കളയും എന്ന് പറഞ്ഞു. ഇന്ന് അവര് പുറത്തു വന്നിരിക്കുന്ന അവരുടെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 214 പേരെ തീർത്തു. അപ്പൊ എവിടുന്നാണ് ഇവർ ഈ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്? ഇവർ ഈ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന കണക്ക് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്, എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് ട്രെയിൻ തട്ടിയെടുത്തപ്പോൾ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും കുറെ പേരെ അതിൽ നിന്ന് ഒഴിവാക്കിയത്. സാധാരണപ്പെട്ടവരെ അപ്പൊ തന്നെ അവരെ ഇറക്കി വിട്ടു. ഇപ്പൊ രക്ഷപ്പെട്ടു വന്നു അവരെ രക്ഷപ്പെടുത്തി എന്നാണ് പാക് പട്ടാളം പറയുന്നത്. അവിടെയും പാക് പട്ടാളത്തിന്റെ ആ കഴിവിന് ലോകം സംശയിക്കുകയും ആ പാകിസ്ഥാനിൽ തന്നെ അവർക്കൊരു വിശ്വാസത ഇല്ലാതായി മാറുകയും ചെയ്തിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് ഇപ്പോഴും ട്രെയിനിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുകയാണ്. അതായത് ഈ തട്ടിക്കൊണ്ടുപോയ പ്രദേശത്ത് പൊരിഞ്ഞ പോരാട്ടം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇവർ ഏത് രീതിയിലാണ് രക്ഷപ്പെടുത്തിയതെന്ന് പറയുന്നില്ല. വീഡിയോ പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടില്ല. നമ്മുടെ അവിടുത്തെ പ്രധാനമന്ത്രി ഈ രക്ഷപ്പെടുത്തിയോട് സംസാരിക്കുന്നവർ നടന്നിട്ടില്ല. ഇനി ശവപ്പെട്ടി കൊണ്ടുപോയിട്ട് ഷഹബാസ് ഷെരീഫ് ഇനി ഈ ശവപ്പെട്ടി കൊണ്ടുപോയി ഈ ശവം നീക്കം ചെയ്യുന്നതിൻ്റെതായ യാതൊരു ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ അവിടെ ദൃക്സാക്ഷികൾ പറയുന്നത് 100 കണക്കിന് ഡെഡ് ബോഡി ട്രെയിനിന്റെ സൈഡ് ഞങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ പൊളിഞ്ഞടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവർക്ക് എന്ത് വേണം? അവിടുന്ന് അതിന്റെ ശ്രദ്ധ തിരിക്കണം. അവരുടെ ജനങ്ങൾക്കിടയിലെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കുന്ന ശ്രദ്ധ തിരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇന്ത്യയെ ഒന്ന് ചൊറിയുക എന്നുള്ളതാണ്. ഇന്ത്യ ആക്രമിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്കില്ല, അത് അവർക്കും അറിയാം. പകരം ഒന്ന് ചൊറിയുക. അപ്പൊ ഒരു സംഘർഷം അതിർത്തിയിൽ പോയിട്ട് വെടിനിർത്തൽ കരാറിലേക്ക് വെച്ച് കുറെ വെടിയൊക്കെ വെച്ച് ഇന്ത്യ എന്തായാലും ശക്തമായി തിരിച്ചടിക്കും. അതുപോലെ ബംഗ്ലാദേശിന്റെ അതിർത്തി വഴിയൊക്കെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഈ ലോകത്തിന്റെയും എല്ലാത്തിന്റെയും ശ്രദ്ധ ഇന്ത്യൻ ബോർഡറിലേക്ക് പോവുകയും ഇന്ത്യയിലേക്ക് പോവുകയും ചെയ്യുക. ആ സമയത്തേക്ക് ഇവർക്കൊന്ന് അയ്യോ ഞങ്ങളല്ലാതെ അപ്പുറത്താണ് പ്രശ്നം മുഴുവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഇടമാണ്. അത് എല്ലാ കാലവും പാകിസ്ഥാൻ ചെയ്യുന്നതാണ്. പാകിസ്ഥാനിൽ അവിടുത്തെ ഭരണം അസ്ഥിരപ്പെടുന്ന സമയങ്ങളിലെല്ലാം ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ എല്ലാ കാലവും ശ്രമിക്കുന്നു. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്.
അതായത് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് ബഹളം ഉണ്ടാക്കുക, ജനശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിച്ചു വിടുക, അങ്ങനെയാണ്. ഏതായാലും ഇന്ത്യ പഴയതുപോലെ ആയിരിക്കില്ല. കാരണം ഇനി ഇന്ത്യ അതിർത്തിയിലുള്ള വിഷയങ്ങളെ വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലേക്ക് അതിർത്തി. കാരണം 4046 കിലോമീറ്റർ അതിർത്തി നമുക്കുണ്ട്. അവിടെ ഒരു ചെറിയ ഇളവും വിട്ടുവീഴ്ചയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ബംഗ്ലാദേശിലുള്ള ഭരണകൂടം, പട്ടാള ഭരണകൂടം, അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു മനസ്സ് ഉള്ളവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ബംഗ്ലാദേശിലുള്ള ഈ പറയുന്ന ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ ഒരു നേതൃത്വത്തിൽ വലിയ അറ്റാക്കിന് വിധേയമാകുമായിരിക്കാം. ഒരുപക്ഷെ അതിർത്തി കടന്നുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആകാം, ഇല്ലെങ്കിൽ ഒരു അരക്കൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഇത് ഒന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആർമി തന്നെ ഇവരെ തകർത്ത് കളയാനുള്ള ഒരു നീക്കത്തിലേക്ക് നീങ്ങിയേക്കാം. അതിനുള്ള സൂചനകൾ അവിടുത്തെ പട്ടാള മേധാവി നൽകി കഴിഞ്ഞിരിക്കുന്നു. പട്ടാള മേധാവി പറഞ്ഞു ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇവിടെ ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ബാരക്കിലേക്ക് മടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മുടെ അതിർത്തി അശാന്തമാണ്, നമുക്ക് തലവേദനകളുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധമല്ലല്ലോ പ്രശ്നം. യുദ്ധമാണെങ്കിൽ നമുക്ക് അടിച്ച് തീർക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ യുദ്ധമല്ല, ഈ സൈഡിൽ നിന്നുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ വലിയ തലവേദന തന്നെ സൃഷ്ടിക്കും. അത് കൂടാതെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യകളെയൊക്കെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയിലേക്ക് നമ്മുടെ രാജ്യം കടന്നിരിക്കുന്നു. കേരളത്തിലടക്കം അനധികൃതമായി കഴിഞ്ഞ ദിവസം 3 പേരെ കൂടി, എനിക്ക് മലപ്പുറത്തു നിന്നാണെന്ന് തോന്നുന്നു, 3 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തടക്കം അവരെ നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നമ്മളും നമ്മുടെ അയൽക്കാരും ഒക്കെ കടന്നു പോകുന്നത്. നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞ സേഫ് ആണ് എന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളും മറ്റൊന്നുമില്ല, അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ അഭിമുഖീകരിക്കുന്നുള്ളൂ. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.